എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ച് എന്ന് വിശ്വ കങ്കുവ സിനിമ കാണുന്നത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ വന്നു, പടം എങ്ങനെയുണ്ടെന്ന്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കങ്കുവ മനോഹരമായിരിക്കുന്നു, ഒന്നാം തരമായിരിക്കുന്നു. വെറുതെ പറയാന്ന് വിചാരിക്കരുത്. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, വണ്ടർഫുൾ. നമ്മുടെ ബാലയുടെ ചേട്ടൻ ശിവണ്ണനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഈ ശിവണ്ണന്റെ സിനിമകൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കോമൺ ഫാക്ടർ കാണാൻ പറ്റും. എന്താണിത് മനസ്സിലായില്ല? ഞാനൊരു ക്ലൂ തരാം. അണ്ണാത്തൈ, വേതാളം, വിശ്വാസം, വീരം, ഇതിലെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്നിട്ട് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. മകൾ പാസം, പെങ്ങൾ പാസം, അനിയൻ ചേട്ടൻ പാസം. കങ്കുവയിലേക്ക് വരുമ്പോഴോ കഥ നടക്കുന്നത് 1070. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ പാസത്തിന് പ്രസക്തി ഇല്ലാന്ന്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. ഈ സിനിമയിലും പാസമാണ് മെയിൻ. പാസം വിടാണ്ട് ശിവണ്ണൻ ഒരു കളിയില്ല. വിശ്വാസത്തിൽ പാസമൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഈ സിനിമയില് നമുക്കൊരു വാള് തന്ന വെട്ടിക്കൊല്ലാൻ തോന്നുന്ന പോലത്തെ ഒരു ചെറുക്കന് വേണ്ടിയിട്ട് നമ്മുടെ സൂര്യണ്ണൻ പാസ് ഉറക്കണം. 1070 കഥ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പാസ് എടുത്ത് വെച്ചാണ് കാട്ടി പോയിട്ട്. പിന്നെ അതിപ്പോ അങ്ങനെ എടുത്താൽ പോരെ. പിന്നെ ഈ സിനിമയിലെ നായകനായിട്ടുള്ള കങ്കുവ എന്ന് നിന്റെ മൊയ്തീൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നാണ് പുള്ളിയുടെ തത്വം. ചുരുക്കി പറഞ്ഞ വിശ്വാസത്തിൽ വേതാളത്തിനുണ്ടായ ഒരു പീരിയോഡിക് ഡ്രാമ യു ഓൺലി ലിവ് വൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റയിലും ഷോർട്സിലും എല്ലാം വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഫസ്റ്റ് ലുക്കിൽ സൂര്യനെ കാണാൻ വേറെ ലെവല്. അത്രയും ഭംഗിയിൽ ഞാൻ സൂര്യൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ദിശ പട്ടാനിയും കൊള്ളായിരുന്നു. മേക്കിങ്ങും നല്ലത് തന്നെ, പക്ഷെ സ്റ്റോറി പാസം. വിജയുടെ സിനിമയാണ് കത്തിയെങ്കിലും ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കത്തി സീൻസ് ഉള്ളത്. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കാത്ത ബോബി ഡിയോൾ എന്ന് പറയുന്ന വില്ലനും അതുപോലെ തന്നെ പാസം കൊണ്ട് അമ്മാനമാടുന്ന സൂര്യണ്ണനും കൂടി ചേരുമ്പോൾ പടം സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും പല സ്ഥലങ്ങളിലും ലാഗ് ആവുന്നുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈറ്റ് മാത്രം പോരല്ലടെ ഒരു സിനിമ നമുക്ക് കാണുമ്പോൾ. വലിയ എക്സ്പെക്ടേഷനും വലിയ കത്തി സീൻസും ഒന്നും ഇല്ലാതെ സാധാ മീറ്ററിൽ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നമുക്ക് കൺവിൻസിങ് ആണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എക്സ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വെട്ടിക്കൊണ്ടാലും ഒന്നും സംഭവിക്കാത്ത സൂര്യണ്ണൻ വെറുത്തനുമായിട്ടുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സൂര്യണ്ണൻ അയൺമാൻ ആവും, സ്പൈഡർമാൻ ആവും, സൂപ്പർമാൻ ആവും, എന്തില് കുരിശിൽ മരിച്ച കർത്താവ് വരെ ആവും. ബോട്ടില് വിജയണ്ണൻ സ്റ്റേഡിയത്തിന്റെ മുകളിൽ കൂടെ ബൈക്ക് ഓടിച്ചു എന്നാൽ നമുക്ക് ഈ സിനിമയിൽ ഫ്ലൈറ്റിലേക്ക് ബൈക്ക് ചാടിക്കാം. എങ്ങനെയുണ്ട്? ടിസ്റ്റ് അല്ലേ? ക്ലൈമാക്സ് സീൻസ് ഒക്കെ നല്ല കത്തിയായിട്ടുണ്ട്. എസ്പെഷ്യലി പല തെലുങ്ക് സിനിമകളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കറിയാത്തത് സാധാരണ സൂര്യണ്ണൻ ഇങ്ങനത്തെ ഒന്നും എടുക്കാത്തതാണ്. എന്ത് പറ്റിച്ച ശിവണ്ണൻ. സെക്കൻഡ് പാർട്ട്, അതായത് അടുത്ത ഭാഗത്തിലേക്കുള്ള ലീഡും അതിന്റെ വിഷ്വൽസും നല്ലൊരു ഇമ്പാക്ട് തന്നിരുന്നു. പക്ഷെ പടം മൊത്തം കണ്ടിട്ട് നമുക്ക് ഈ സാധനം മാത്രം കാണുമ്പോൾ ഒന്നും തോന്നില്ല. ഇനി അത് 5 മിനിറ്റ് മാത്രം ഉള്ളത് കൊണ്ടാണോ രസമായിട്ട് തോന്നിയെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡ് നല്ലതാണ്, പക്ഷെ ഞാനത് കാണാൻ തിയേറ്ററിൽ പോയില്ല. ഈ സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം സൂര്യണ്ണൻ ശിവണ്ണനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പതിവ് പോലെ എന്റെ പെർഫോമൻസ് മനോഹരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. 1070 നടക്കുന്ന ഈ കഥയിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഡയറക്ടറിനെ മറന്നില്ല. അത് നമ്മുടെ ബിഗില് വിജയണ്ണൻ ആ പാട്ടിൽ ചെയ്യുന്നത് പോലത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ സൂര്യണ്ണനും ചെയ്യുന്നുണ്ട്. രോമാഞ്ചിഫിക്കേഷൻ സീൻസ് ഒന്നും അധികം തരാത്ത, എന്നാൽ BGM പ്രത്യേകിച്ച് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത, പാട്ടുകളും വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു പീരീഡ് ഡ്രാമയാണ് കങ്കുവ. കണ്ണിലേക്ക് തെറിച്ചു വീഴുന്ന ജെംസ് മിഠായി, ചില്ല് കഷ്ണങ്ങൾ, വെടിയുണ്ട, അമ്പ്, ഇങ്ങനത്തെ സാധനങ്ങൾ, പരിന്ത്, ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ 3D വിഷ്വൽസ് കാണണം. 3D കൊടുത്തത് സിനിമയ്ക്ക് ഒരു ഭംഗി കൂട്ടുന്നുണ്ട് അതിന്റെ വിഷ്വൽ സൈഡിലേക്ക്. പക്ഷെ ഓവറോൾ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് കാണട്ടെ. എന്റെ വാക്ക് ആരും വിലക്കെടുക്കരുത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് എന്റെ സമയവും എന്റെ പൈസ മാത്രം പോയാൽ പോരല്ലോ, നിങ്ങളുടെ പോകണം. ഓക്കെ, ശിവണ്ണ, നിങ്ങൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്റെ 200 രൂപയും 3 മണിക്കൂർ തിരിച്ചാടാ. ഇത് 4 മണിയുടെ ഫാൻ ഷോക്ക് പോവാത്തതാണ് ഞാൻ ചെയ്ത ഒരു ഭാഗ്യം. എന്തായാലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ